Hello children, welcome to Kids Area Online. നാളെ എക്സാം ആണ്, ഇൻ്റഗ്രേഷൻ ഫസ്റ്റ് പാർട്ട്. എല്ലാവരും നല്ലതുപോലെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നാളത്തെ എക്സാമിന് പഠിച്ചിരിക്കേണ്ട ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളാണ് ഇന്നത്തെ എക്സാം ക്ലാസ്സിൽ ടീച്ചർ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പഠിക്കാൻ എല്ലാവരും റെഡിയാണോ? റെഡിയാണ്. ക്ലാസ്സിലേക്ക് പോയാലോ? പോകാം അല്ലേ? അതിനു മുൻപ് ടീച്ചർ മറ്റൊരു കാര്യം പറയട്ടെ. നിങ്ങളിൽ ആർക്കെങ്കിലും മലയാളം എഴുതാനും വായിക്കാനും, അതായത് മലയാളം കൂട്ടി വായിക്കുക, മലയാളം കൂട്ടി എഴുതുക, അല്ലെങ്കിൽ മലയാള അക്ഷരം നിങ്ങൾക്ക് അറിയില്ല, അങ്ങനെയൊക്കെയുള്ള കുട്ടികളാണ് എങ്കിൽ, അതുപോലെ ഇംഗ്ലീഷ് റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് അറിയില്ല എങ്കിൽ, ഹിന്ദി റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് അറിയില്ല എങ്കിൽ, അതായത് കൂട്ടി എഴുതുക, കൂട്ടി വായിക്കുക, ഇത് നിങ്ങൾക്ക് അറിയില്ല എങ്കിൽ നിങ്ങൾക്ക് ഏപ്രിൽ മെയ് വെക്കേഷനിൽ ടീച്ചർ വെക്കേഷൻ ക്ലാസ് നൽകുന്നുണ്ട്. എല്ലാവർക്കും ജോയിൻ ചെയ്യാം കേട്ടോ. വെക്കേഷൻ ക്ലാസ്സിന് എല്ലാവർക്കും ജോയിൻ ചെയ്യാം. മാത്തമാറ്റിക്സിൽ പുറകിലോട്ടുള്ള കുട്ടികൾക്ക് മാത്തമാറ്റിക്സിൻ്റെ ബേസിക് ക്ലാസ് നൽകുന്നുണ്ട്. അതോടൊപ്പം സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സസ് നൽകുന്നുണ്ട്. നിങ്ങൾ ഇംഗ്ലീഷിൽ പഠിച്ചിരിക്കേണ്ട ഇമ്പോർട്ടൻറ്റ് ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ്സസ് അത് അറിഞ്ഞിരുന്നാൽ നിങ്ങൾക്ക് ഇംഗ്ലീഷിലെ എക്സാമൊക്കെ നല്ലതുപോലെ എഴുതാൻ കഴിയും, സ്വന്തമായിട്ട് എഴുതാൻ കഴിയും. ബേസിക് ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ് നൽകുന്നുണ്ട്. LKG കുട്ടികൾക്കും UKG കുട്ടികൾക്കും അടുത്ത ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുൻപ് പഠിച്ചിരിക്കേണ്ട ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ ഉൾപ്പെടുത്തി റിവിഷൻ ക്ലാസ് നൽകുന്നുണ്ട്. താല്പര്യമുള്ള കുട്ടികൾക്ക് ഈ വെക്കേഷനിലുള്ള ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം കേട്ടോ. അതിനായിട്ട് ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. 9746487799. ഈ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. അതോടൊപ്പം മറ്റൊരു കാര്യം കൂടി പറയട്ടെ. ഇപ്പോൾ 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ട്യൂഷൻ കിഡ്സ് ഏരിയ ഓൺലൈൻ നൽകിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത വർഷം മുതൽ 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കാണ് ട്യൂഷൻ നൽകുന്നത്. താല്പര്യമുള്ളവർക്ക് ഇവിടെയുള്ള വാട്സപ്പ് നമ്പറിൽ ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. സൂമിൽ ലൈവ് ക്ലാസ് ആയിരിക്കും എല്ലാ ദിവസവും ഉണ്ടാവുക. എല്ലാ സാറ്റർഡേസിലും എക്സാം ഉണ്ടാകും. പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് നമ്മുടെ രീതി അറിയാവുന്നതാണ്. അപ്പോൾ താല്പര്യമുള്ള കുട്ടികൾ വേഗത്തിൽ തന്നെ ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എക്സാം ക്ലാസ്സിലേക്ക് പോകാം. നിങ്ങൾ അതിനായിട്ട് കാത്തിരിക്കുവാണ്. ആനുവൽ എക്സാം പ്രിപ്പറേഷൻ ക്ലാസ്സസ് 1ാം ക്ലാസ്സിൻ്റെയാണ്. ഇൻ്റഗ്രേഷൻ 1 ഉദ്ഗ്രഥിതം 1 ആണ് നാളെ നടക്കുവാൻ പോകുന്ന എക്സാം. വിവരങ്ങൾ അറിയാം. ഇവിടെ നോക്കി, ഇവിടെ എന്തൊക്കെ നിങ്ങൾ കാണുന്നുണ്ട്? ഇത് റേഡിയോ, പത്രം, TV, ഫോൺ, കത്ത്, കമ്പ്യൂട്ടർ, ഇത്രയും ചിത്രങ്ങൾ നിങ്ങളിവിടെ കാണുന്നുണ്ട്. ഏതൊക്കെയാണ്? റേഡിയോ, പത്രം, ടെലിവിഷൻ, ഫോൺ, കത്ത്, കമ്പ്യൂട്ടർ. ഓക്കെ, അപ്പോൾ 1ാമത്തെ ക്വസ്റ്റ്യൻ, ലോകത്തെവിടെയുമുള്ള വിവരങ്ങൾ വായിച്ചറിയാൻ കഴിയും. ലോകത്തെവിടെയുമുള്ള വിവരങ്ങൾ വായിച്ചറിയാൻ കഴിയും. വായിച്ചറിയാൻ കഴിയുന്നത് ഇതിൽ കൂടെയാണ്? റേഡിയോയിൽ കൂടെയാണോ, പത്രത്തിലാണോ? വിവരങ്ങൾ, ലോകത്തെവിടെയുള്ള വിവരങ്ങൾ വായിച്ചറിയാൻ പറ്റും. എന്തിലാണ്? ഏത് വഴിയാ? അതെ, ന്യൂസ് പേപ്പർ, പത്രത്തിലൂടെയാണ് അല്ലേ വിവരങ്ങൾ വായിച്ചറിയാൻ കഴിയുന്നത്? പത്രത്തിലൂടെയാണ്. അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം, ലോകത്തെവിടെയുമുള്ള വാർത്തകളും വിശേഷങ്ങളും കാണുകയും കേൾക്കുകയും ചെയ്യാം. കേൾക്കുകയും ചെയ്യാം. അത് ഇതിൽ കൂടിയാണ്? യെസ്, TV, ടെലിവിഷൻ, TVയിൽ കൂടെയാണ്. അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം, വാർത്തകളും വിശേഷങ്ങളും കേട്ടറിയാനാണ് കഴിയുന്നത്. വിവരങ്ങളൊക്കെ കേട്ടറിയാൻ കഴിയുന്നത് ഇതിലേതുപയോഗിച്ചാണ്? വാർത്തകളും വിശേഷങ്ങളും കേട്ടറിയാൻ കഴിയുന്നത് എന്തിലൂടെയാണ്? അതേ, റേഡിയോ. എന്തിലൂടെയാ? റേഡിയോ. തെറ്റില്ലല്ലോ, റേഡിയോ. വായിച്ചറിയാൻ കഴിയുന്നത് പത്രം, കണ്ടും കേട്ടും അറിയാൻ കഴിയുന്നത് TV, കേട്ടറിയാൻ മാത്രം കഴിയുന്നത് റേഡിയോ. അടുത്തത്, ദൂരെയുള്ളവരെ വിവരങ്ങൾ എവിടെ നിന്നും വിളിച്ചറിയിക്കാം. ഞാൻ ഇവിടെയാണ്, നമ്മുടെ കൂട്ടുകാർ മറ്റൊരു സ്ഥലത്താണ്, എങ്കിലും നമുക്ക് വിളിച്ചറിയിക്കാം. എന്തിലൂടെയാ? യെസ്, ഫോണിലൂടെ അല്ലേ? ദൂരെയുള്ളവരെ വിവരങ്ങൾ അറിയിക്കാൻ ഉപയോഗിക്കുന്ന എന്താ? വിളിച്ചറിയിക്കുന്ന എന്തിലൂടെയാണ്? ഫോണിലൂടെയാണ്. അടുത്ത ചോദ്യം, ദൂരെയുള്ളവരെ വിവരങ്ങൾ എഴുതി അറിയിക്കാം. നമ്മൾ എന്തിലൂടെയാണ് ഇവിടുത്തെ വിവരങ്ങൾ എഴുതി അറിയിക്കുന്നത്? കത്തിലൂടെ. വിവരങ്ങൾ എഴുതി അറിയിക്കുന്നത് എന്തിലൂടെയാണ്? കത്തിലൂടെയാണ്. അപ്പോൾ ദൂരെയുള്ളവരെ വിവരങ്ങൾ എഴുതി അറിയിക്കുന്നത് എന്തിലൂടെയാ?
കത്തിലൂടെയാണ്. അടുത്ത ചോദ്യമാണേ. ഇന്റർനെറ്റിന്റെ സഹായത്താൽ വിവരങ്ങൾ അറിയാൻ കഴിയും, അറിയിക്കാൻ കഴിയും, സൂക്ഷിക്കാം, ശേഖരിച്ചു വയ്ക്കാനും കഴിയും. എന്തിലാണ്? കമ്പ്യൂട്ടർ. എന്തിലാണ്? കമ്പ്യൂട്ടർ. എന്താണ് കമ്പ്യൂട്ടറിന്റെ പ്രത്യേകതകൾ? എന്തൊക്കെയാ? വിവരങ്ങൾ അറിയാൻ പറ്റും, വിവരങ്ങൾ മറ്റൊരാളെ അറിയിക്കാൻ പറ്റും, സൂക്ഷിക്കാനും കഴിയും, ശേഖരിച്ചു വയ്ക്കാനും കഴിയും. അതെന്തിലൂടെയാണ്? കമ്പ്യൂട്ടറിലൂടെയാണ്. ഓക്കെ. അപ്പോൾ റേഡിയോ കേട്ടറിയാൻ, പത്രം വായിച്ചറിയാൻ, TV കണ്ടും കേട്ടും വിവരങ്ങൾ അറിയാൻ, ഫോൺ വിവരങ്ങൾ വിളിച്ചറിയിക്കാൻ, കത്ത് വിവരങ്ങൾ എഴുതി അറിയിക്കാൻ, കമ്പ്യൂട്ടർ വിവരങ്ങൾ അറിയാൻ, അറിയിക്കാൻ, ശേഖരിച്ചു വയ്ക്കാൻ, സൂക്ഷിച്ചു വയ്ക്കാൻ. ഓക്കെ. സംശയമുണ്ടോ? ഈ ക്വസ്റ്റ്യനിൽ സംശയമുണ്ടോ? നിങ്ങളൊന്ന് നോക്കിയേ. ഇത് നിങ്ങൾക്ക് പറയാൻ കഴിയുന്നുണ്ടോ എന്നൊന്ന് നോക്കിയേ. കഴിയുന്നുണ്ടല്ലോ. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ തെറ്റാതെ എഴുതുമല്ലോ. എഴുതും. ചിലപ്പോൾ നിങ്ങൾക്ക് യോജിപ്പിക്കാനായിരിക്കും ഉണ്ടാവുക, ചിലപ്പോൾ എഴുതാനായിരിക്കും ഉണ്ടാവുക. അതുപോലെ മറ്റൊരു ചോദ്യം ചോദിക്കുന്നുണ്ട് കേട്ടോ. വിവരങ്ങൾ അറിയിക്കാൻ കഴിയുന്ന ഏതെങ്കിലും 2 ഉപകരണങ്ങളുടെ പേരെഴുതുക. വിവരങ്ങൾ കൈമാറാൻ കഴിയുന്ന, വിവരങ്ങൾ അറിയിക്കാൻ കഴിയുന്ന ഏതെങ്കിലും 2 ഉപകരണങ്ങളുടെ പേരെഴുതുക. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള 2 എണ്ണത്തിൻ്റെ പേരെഴുതാം. റേഡിയോ, TV, ഫോൺ, കത്ത്, പത്രം, കമ്പ്യൂട്ടർ. ഇതിലേതെങ്കിലും 2 എണ്ണത്തിൻ്റെ പേര് എഴുതാം. ഓക്കെ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. പഴഞ്ചൊല്ലും കടങ്കഥയും. ആനയെക്കുറിച്ചുള്ളതാണ് കേട്ടോ. ആനയെക്കുറിച്ചുള്ളത് ചോദിക്കാം, വാഹനത്തെക്കുറിച്ചുള്ളത് ചോദിക്കാം, പഴങ്ങളെക്കുറിച്ചുള്ളത് ചോദിക്കാം. ഏതൊക്കെയാണ് സാധ്യത കൂടുതൽ? ഏതൊക്കെയാണ്? ആന, വാഹനം, പഴങ്ങൾ അല്ലെങ്കിൽ കൃഷി. ഓക്കെ. ആനയെക്കുറിച്ചുള്ള പഴഞ്ചൊല്ലും കടങ്കഥയും ടീച്ചർ പറഞ്ഞു തരാം. ആദ്യം, ആനയ്ക്ക് ആനയുടെ വലിപ്പം അറിയില്ല. ഒരു പഴഞ്ചൊല്ല് എന്താണ്? ആനയ്ക്ക് ആനയുടെ വലിപ്പം അറിയില്ല. ആന മെലിഞ്ഞാലും തൊഴുത്തിൽ കെട്ടില്ല. ആന മെലിഞ്ഞാലും തൊഴുത്തിൽ കെട്ടില്ല. അപ്പോൾ 2 പഴഞ്ചൊല്ല് ടീച്ചർ പറഞ്ഞു ആനയെക്കുറിച്ച്. ഏതൊക്കെയാ? ആനയ്ക്ക് ആനയുടെ വലിപ്പം അറിയില്ല, ആന മെലിഞ്ഞാലും തൊഴുത്തിൽ കെട്ടില്ല. ഇനി ആനയെക്കുറിച്ചുള്ള 2 കടങ്കഥ പറയട്ടെ. കറുത്ത പാറയ്ക്ക് വെളുത്ത വേര്. കറുത്ത പാറയ്ക്ക് വെളുത്ത വേര് ആന. കറുത്ത പാറയ്ക്ക് വെളുത്ത വേര് എന്താ? ആന. കാട്ടിലൊരു മുത്തശ്ശി മുറം വീശി വീശി. ആന. കാട്ടിലൊരു മുത്തശ്ശി മുറം വീശി വീശി. എന്താ? ആന. അപ്പോൾ ആനയെക്കുറിച്ചുള്ള പഴഞ്ചൊല്ലും കടങ്കഥയും 2 എണ്ണം വീതം പഠിച്ചുവല്ലോ. പഠിച്ചു. ഇനി ആനയ്ക്ക് നമുക്ക് വിശേഷണം നൽകാം. തുമ്പിക്കൈയുണ്ട്, ശരീരമുണ്ട്, വാല്, കാലുകൾ, ചെവി. എന്തൊക്കെയാ? തുമ്പിക്കൈ, ശരീരം, വാല്, കാലുകൾ, ചെവി. കറുകറുത്ത എന്താ? കറുകറുത്ത ശരീരം. കറുകറുത്ത ശരീരം. മുറം പോലുള്ള ചെവി. മുറം പോലുള്ള ചെവി. കുഴൽ പോലുള്ള തുമ്പിക്കൈ. കുഴൽ പോലുള്ള തുമ്പിക്കൈ. തൂണുപോലുള്ള കാലുകൾ. തൂണുപോലുള്ള കാലുകൾ. ചൂലുപോലുള്ള വാല്. ആനയ്ക്ക് നമ്മൾ വിശേഷണം കൊടുത്ത് എന്തൊക്കെയാ? കറുകറുത്ത ശരീരം, മുറം പോലുള്ള ചെവി, കുഴൽ പോലുള്ള തുമ്പിക്കൈ, തൂണുപോലുള്ള കാലുകൾ, ചൂലുപോലുള്ള വാല്. തെറ്റില്ലല്ലോ. തെറ്റില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് വളർത്തുമൃഗങ്ങളെക്കുറിച്ച് നോക്കിയാലോ. ദാ ഒരു കാക്ക ചോദിക്കുകയാണ്, നായ്ക്കുട്ടാ എങ്ങോട്ടാ? അപ്പൊ എന്തു പറഞ്ഞു? വീട് കാക്കാൻ പോകുന്നു. പൂച്ചക്കുട്ടി എങ്ങോട്ടാ? എലിയെ പിടിക്കാൻ പോകുന്നു. അപ്പോൾ വളർത്തുമൃഗങ്ങൾ കൊണ്ടുള്ള പ്രയോജനങ്ങളാണേ. നായ്ക്കുട്ടി എന്തിനാ? വീട് കാക്കാൻ. പൂച്ചക്കുട്ടി എന്തിനാ? എലിയെ പിടിക്കാൻ. ഓക്കെ. അങ്ങനെയാണെങ്കിൽ നോക്കി, ഇവിടെ ഒരു ചിത്രമുണ്ടേ. ഈ ചിത്രത്തിൽ ആരൊക്കെ കാണുന്നു? പശു, താറാവ്, നായ്,
കോഴി, പൂച്ച. ഇവിടെ നോക്കിയേ, ഈ കുട്ടി പാൽ കുടിക്കുന്നു. വീട്, മുട്ട, എലി. നമ്മൾ പഠിച്ചു നായ് എന്തിനാണ് നായ്? വീട് കാക്കാൻ. പൂച്ച എന്തിനാണ്? എലിയെ പിടിക്കാൻ. നായ് വീട് കാക്കാൻ, പൂച്ച എലിയെ പിടിക്കാൻ. അങ്ങനെയാണെങ്കിൽ കോഴി എന്തിനാ? കോഴി മുട്ട തരാനാണ് അല്ലേ? കോഴി മുട്ട തരാൻ. താറാവോ? താറാവും മുട്ട തരാനാണ്. പശുവോ? പശുവിനെ കൊണ്ടുള്ള പ്രയോജനം എന്താ? പാല് കിട്ടാൻ അല്ലേ? പാൽ കിട്ടാൻ. അപ്പോൾ നായ വീട് കാക്കാൻ, പൂച്ച എലിയെ പിടിക്കാൻ, കോഴിയും താറാവും മുട്ട കിട്ടാൻ വളർത്തുന്നു. പശുവിനെ എന്തിനാ വളർത്തുന്നേ? പാല് കിട്ടാൻ വേണ്ടി വളർത്തുന്നു. തെറ്റില്ലല്ലോ? കറക്റ്റായിട്ട് നിങ്ങൾ ചെയ്യുമല്ലോ. ഇനിയുണ്ട് വളർത്തു ജീവികളാണ്. കൃഷിപ്പണിക്ക് ഉപയോഗിക്കുന്ന ജീവി ഏതാ? കൃഷിപ്പണിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന നമ്മൾ വളർത്തുന്ന ജീവി ഏതാ? കൃഷിപ്പണിക്കായിട്ട് നമ്മൾ വളർത്തുന്ന ജീവി ഏതാ? അറിയാവോ? കാള. ഏതാണ്? കാള. ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. കൃഷിപ്പണിക്ക് ഉപയോഗിക്കുന്ന ജീവി ഏതാ? കാള. വീട്ടിൽ വളർത്തും, മുട്ട തരും, നീന്താൻ കഴിയും. ആരാ? വീട്ടിൽ വളർത്തും, മുട്ട തരും, നീന്താൻ കഴിയും. ആരാ? വീട്ടിൽ വളർത്തും, മുട്ട തരും. കോഴിയും താറാവും ഉണ്ട്. നീന്താൻ കഴിയും. ആരാ? താറാവ്. ആരാ? താറാവ്. അടുത്ത ചോദ്യം. മുട്ട തരുന്ന ജീവികൾ. മുട്ട തരുന്ന ജീവികൾ ഏതൊക്കെയാ? താറാവ്, കോഴി. താറാവ്, കോഴി. അടുത്ത ചോദ്യം. പാൽ തരുന്ന ജീവികൾ. പാൽ തരുന്ന ജീവികൾ. പശു, ആട്. പശു, ആട്. മാംസത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ജീവികൾ ഏതാ? മാംസത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ജീവികൾ. മാംസം എന്ന് പറഞ്ഞാൽ ഇറച്ചി, അറിയാലോ. മാംസത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ജീവികൾ ഏതാ? കോഴി, താറാവ്, പശു, ആട്. കോഴി, താറാവ്, പശു, ആട്. വീട് കാവലിന് ഉപയോഗിക്കുന്ന ജീവി ഏതാ? വീട് കാവലിന് ഉപയോഗിക്കുന്ന ജീവി നായ. ഏതാണ്? നായ. എലിയെ പിടിക്കാൻ ഉപയോഗിക്കുന്ന ജീവിയോ? എലിയെ പിടിക്കാൻ ഉപയോഗിക്കുന്ന ജീവി പൂച്ച. ഏതാണ്? പൂച്ച. അപ്പോൾ വളർത്തു ജീവികളെ കുറിച്ച് പഠിച്ചില്ലേ? ഇനി നമുക്ക് സഞ്ചാരത്തെക്കുറിച്ച് നോക്കാം. സഞ്ചാരം പലവിധം. താഴെ കൊടുത്തിട്ടുള്ള വാഹനങ്ങളെ സഞ്ചരിക്കുന്ന രീതി അനുസരിച്ച് തരംതിരിക്കാമോ? സഞ്ചരിക്കുന്ന രീതി അനുസരിച്ചാണേ. ഏതൊക്കെ വാഹനങ്ങളുണ്ട്? ലോറി, കപ്പൽ, ഓട്ടോറിക്ഷ, ബോട്ട്, വിമാനം, ട്രെയിൻ, ബൈക്ക്, കാർ, ജീപ്പ്, തോണി, ബസ്, സ്കൂട്ടർ, ഹെലികോപ്റ്റർ. അപ്പോൾ സഞ്ചരിക്കുന്ന രീതി അനുസരിച്ച് തരംതിരിക്കാൻ പറഞ്ഞാൽ അവ ഏത് വഴിയാണ് സഞ്ചരിക്കുന്നത്? കരയിലൂടെ സഞ്ചരിക്കുന്ന വാഹനങ്ങൾ, വെള്ളത്തിലൂടെ സഞ്ചരിക്കുന്ന വാഹനങ്ങൾ, പാളത്തിലൂടെ സഞ്ചരിക്കുന്ന വാഹനങ്ങൾ, ആകാശത്തു കൂടി സഞ്ചരിക്കുന്ന വാഹനങ്ങൾ. അങ്ങനെയാണ് സഞ്ചരിക്കുന്ന രീതി അനുസരിച്ച് തരംതിരിക്കാൻ പറഞ്ഞാൽ എഴുതേണ്ടത്. ഓക്കെ, സഞ്ചരിക്കുന്ന രീതി അനുസരിച്ച് പറഞ്ഞാൽ അവ എവിടെ കൂടി സഞ്ചരിക്കുന്നു. ഇതിൽ നിന്ന് നമുക്ക് ആദ്യം കരയിലെ വാഹനങ്ങൾ, കരയിൽ കൂടി ഓടുന്ന വാഹനങ്ങൾ ഏതൊക്കെയാ? ഇതിൽ ബസ്, കാർ, ലോറി, ട്രെയിൻ, സ്കൂട്ടർ, ജീപ്പ്. കരയിലൂടെയാണല്ലേ ഓടുന്നത്, വെള്ളത്തിലൂടെയോ ആകാശത്തിലൂടെയോ അല്ല. കരയിലൂടെ, കരയിലൂടെ, തറയിൽ കൂടി, കരയിലൂടെ ഓടുന്ന വാഹനങ്ങൾ ഏതൊക്കെയാ? ബസ്, കാർ, ലോറി, ട്രെയിൻ, സ്കൂട്ടർ, ജീപ്പ്. അതുപോലെ വെള്ളത്തിലെ വാഹനങ്ങൾ ഏതൊക്കെയാ? വെള്ളത്തിലെ വാഹനങ്ങൾ കപ്പൽ, ബോട്ട്, തോണി. കപ്പൽ, ബോട്ട്, തോണി. ഇനി ഒന്നുകൂടിയുണ്ട്, ആകാശത്തിലെ വാഹനങ്ങൾ. ആകാശത്തിലെ വാഹനങ്ങൾ ഇവിടെ തന്നിരിക്കുന്നതിൽ ഏതൊക്കെയാ? വിമാനം, ഹെലികോപ്റ്റർ. വിമാനം, ഹെലികോപ്റ്റർ. ഇനി ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ? നിങ്ങളൊന്ന് വായിച്ചു നോക്കിയേ. എല്ലാം പറഞ്ഞായിരുന്നോ?
ഓക്കെ, അപ്പോൾ സഞ്ചാര രീതി അനുസരിച്ച് എങ്ങനെയൊക്കെയാണ് ടീച്ചർ തരംതിരിച്ചേ? കരയിലെ വാഹനങ്ങൾ, വെള്ളത്തിലെ വാഹനങ്ങൾ, ആകാശത്തിലെ വാഹനങ്ങൾ. കറക്റ്റായിട്ട് ചെയ്യാൻ അറിയാലോ. ഇനി മറ്റൊരു രീതി വെച്ചിട്ട് തരംതിരിക്കാൻ പറയുവേ. എന്താണെന്നറിയാമോ? പുകയുള്ള വാഹനങ്ങൾ, പുകയില്ലാത്ത വാഹനങ്ങൾ. പുകയുള്ള വാഹനങ്ങൾ എന്ന് പറയുമ്പോഴോ ഇന്ധനം ഉപയോഗിക്കുന്ന വാഹനങ്ങളാണല്ലേ. അപ്പോൾ പുകയുള്ള വാഹനങ്ങൾ, ഇന്ധനം ഉപയോഗിക്കുന്ന വാഹനങ്ങൾ, ഇത് ഒന്നാണ്. പുകയില്ലാത്ത വാഹനങ്ങൾ, ഇന്ധനം ഉപയോഗിക്കാത്ത വാഹനങ്ങൾ, അതും ഒന്നാണ്. അപ്പോൾ പുക വരണമെങ്കിൽ ഇന്ധനം വേണം അല്ലേ. അപ്പോൾ പുകയുള്ള വാഹനങ്ങൾ ചോദിച്ചാലും ഇന്ധനം ഉപയോഗിക്കുന്ന വാഹനങ്ങൾ ചോദിച്ചാലും ഒന്ന് ഒരേപോലെയാ ഉത്തരം വരിക. പുകയില്ലാത്ത വാഹനങ്ങളും ഇന്ധനം വേണ്ടാത്ത വാഹനങ്ങളും ചോദിച്ചു കഴിഞ്ഞാൽ ഒരേ രീതിയിലാണ്, ഒരേ ഉത്തരമാണ് കിട്ടുക. ഓക്കെ, ഇവിടെ സൈക്കിൾ, കാർ, തോണി, ബസ്, ഓട്ടോറിക്ഷ, ബോട്ട്, സ്കൂട്ടർ, ഇത്രയുമുണ്ട്. ഇതിൽ നമുക്ക് ആദ്യം പുകയുള്ള വാഹനങ്ങൾ ഏതൊക്കെയെന്ന് എഴുതാം. പുകയുള്ള വാഹനങ്ങൾ ഏതൊക്കെയാ? കാർ, ബസ്, ഓട്ടോറിക്ഷ, സ്കൂട്ടർ. കാരണം ഇത് ഇന്ധനം ഉപയോഗിച്ചാണ് ഓടുന്നത്, ആയതിനാൽ പുകയുണ്ട്. കാർ, ബസ്, ഓട്ടോറിക്ഷ, സ്കൂട്ടർ, ഇവ എന്താണ്? പുകയുള്ള വാഹനങ്ങളാണ്. എന്തുകൊണ്ടാണ് ഇവയ്ക്ക് പുകയുള്ളത്? ഇവ ഇന്ധനം ഉപയോഗിച്ചാണ് ഓടിക്കുന്നത്, ആയതിനാൽ ഇവ പുകയുള്ള വാഹനങ്ങളാണ്. ഇനി പുകയില്ലാത്ത വാഹനങ്ങൾ ഏതൊക്കെയാ? സൈക്കിൾ, തോണി, ബോട്ട്. സൈക്കിൾ, തോണി, ബോട്ട്, ഇവയ്ക്ക് പുകയില്ല. അതുപോലെ മറ്റൊരു ചോദ്യം വരാറുണ്ട് കേട്ടോ. ചക്രത്തിലോടുന്ന വാഹനങ്ങൾ, ചക്രമില്ലാതെ ഓടുന്ന വാഹനങ്ങൾ. ചക്രമില്ലാതെ ഓടുന്ന വാഹനങ്ങൾ ഏതാ? വെള്ളത്തിലോടുന്ന വാഹനങ്ങൾ ചക്രമില്ലാതെയാണ് ഓടുന്നത്. വെള്ളത്തിലോടുന്ന ബോട്ട്, കപ്പൽ, ചങ്ങാടം, തോണി, ഇവ ചക്രമില്ലാതെയാണ് ഓടുന്നത്. ഓക്കെ, അടുത്തതിലേക്ക് പോകാം. ലോറിയുടെയും ഓട്ടോറിക്ഷയുടെയും സവിശേഷതകളാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. അവ തരംതിരിച്ചെഴുതണം. എന്തൊക്കെയാണുള്ളത്? വലിയ വണ്ടി, 3 ചക്രങ്ങൾ, വലിയ ചക്രങ്ങൾ, കരയിലൂടെ പോകുന്ന വാഹനം, ചരക്കുവണ്ടി, ചെറിയ വണ്ടി, യാത്രാവണ്ടി, 6 ചക്രങ്ങൾ, ഡ്രൈവറുണ്ട്, ചെറിയ ചക്രങ്ങൾ. ഇതിൽ നമുക്ക് ആദ്യം ലോറിയുടെ സവിശേഷതകൾ നോക്കാം. ലോറിയുടെ സവിശേഷതകൾ എന്തൊക്കെയാ? വലിയ വണ്ടി, വലിയ ചക്രങ്ങൾ, ചരക്കുവണ്ടി, 6 ചക്രങ്ങൾ. അപ്പോൾ ചരക്കുവണ്ടി എന്ന് പറഞ്ഞാൽ സാധനങ്ങൾ കയറ്റിക്കൊണ്ട് പോകുന്ന വണ്ടിയാണ് ചരക്കുവണ്ടി എന്ന് പറയുന്നത് കേട്ടോ. യാത്രക്കാരെ കയറ്റുന്ന വണ്ടിയല്ല, ചരക്ക് സാധനങ്ങൾ കൊണ്ടുപോകുന്ന വണ്ടിയാണ് ചരക്കുവണ്ടി. അപ്പോൾ ലോറിയുടെ സവിശേഷതകൾ എന്താ? വലിയ വണ്ടിയാണ്, അതിന് വലിയ ചക്രങ്ങളുണ്ട്, 6 ചക്രങ്ങളുണ്ട്, ചരക്കുവണ്ടിയാണ്. ഇനി ഓട്ടോറിക്ഷയുടെ സവിശേഷതകൾ എന്തൊക്കെയാ? ഓട്ടോറിക്ഷയുടെ സവിശേഷതകൾ 3 ചക്രങ്ങൾ. ഓട്ടോറിക്ഷയ്ക്ക് 3 ചക്രങ്ങൾ, ചെറിയ വണ്ടി, യാത്രാവണ്ടി. അത് ചരക്ക് വണ്ടിയാണോ? അല്ല, യാത്രക്കാരെ കയറ്റുന്ന വണ്ടി ആയതിനാൽ യാത്രാവണ്ടിയാണ്. അതിൻ്റെ ചക്രങ്ങൾ വലുതാണോ ചെറുതാണോ? ചെറിയ ചക്രങ്ങൾ. 3 ചക്രങ്ങൾ, ചെറിയ വണ്ടി, യാത്രാവണ്ടി, ചെറിയ ചക്രങ്ങൾ. ഇനിയും ചോദ്യമുണ്ട്. ലോറിയുടെയും ഓട്ടോറിക്ഷയുടെയും സവിശേഷതകൾ നമ്മൾ എഴുതിയല്ലേ. ലോറിക്കും ഓട്ടോറിക്ഷയ്ക്കും ഒരുപോലെയുള്ള സവിശേഷതകൾ, രണ്ടിനുമുള്ള സവിശേഷതകൾ എന്തൊക്കെ? രണ്ടും കരയിലൂടെ പോകുന്ന വാഹനമാണ്. ലോറിയും ഓട്ടോറിക്ഷയും കരയിലൂടെ പോകുന്ന വാഹനമാണ്. രണ്ടിനും ആരുണ്ട്? ഡ്രൈവറുണ്ട്. 2 വാഹനങ്ങൾക്കും ഡ്രൈവറുണ്ട്. ഇതാണ് രണ്ടിനുമുള്ള സവിശേഷതകൾ. രണ്ടിനും പൊതുവായുള്ള സവിശേഷതകൾ എഴുതാൻ പറഞ്ഞാൽ അറിയാലോ. ഇവ രണ്ടും കരയിലൂടെ പോകുന്ന വാഹനമാണ്. 2 വണ്ടിക്കും എന്തുണ്ട്? ഡ്രൈവറുണ്ട്. ഈ ചോദ്യം മനസ്സിലായിരുന്നോ? തെറ്റിക്കാതെ എഴുതുമല്ലോ ഇങ്ങനൊരു ചോദ്യം വന്നാൽ. യെസ്. കൃഷി ഉപകരണങ്ങൾ. സുബുക്കരടിയുടെ മുറിയിലെ കൃഷി ഉപകരണങ്ങൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. കൃഷി ഉപകരണങ്ങൾ പേരറിയാവോ? ഇവിടെ പേരറിയാവോ? ഇതെന്താ? മൺവെട്ടി, അരിവാൾ, ടീച്ചറോട് എഴുതാട്ടോ, കലപ്പ. ഒന്നാമത്തേത്
മൺവെട്ടി. ഒന്നാമത്തേത് എന്താ? മൺവെട്ടി. രണ്ടാമത്തേത് എന്താ? അരിവാൾ. അരിവാൾ. മൺവെട്ടി, അരിവാൾ. മൂന്നാമത്തേത് എന്താ? കലപ്പ. കലപ്പ. നാലാമത്തേതോ? പിക്കാസ്. 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 അഞ്ചാമത്തേതോ? തേവുകൊട്ട. തേവുകൊട്ട. ആറാമത്തേതോ? മൺകോരി. ആറാമത്തേത് മൺകോരി. അപ്പോൾ 6 കൃഷി ഉപകരണങ്ങൾ ടീച്ചർ പഠിപ്പിച്ചു. കൃഷി ഉപകരണങ്ങൾ ഏതൊക്കെ നിങ്ങൾക്കറിയാം? മൺവെട്ടി, അരിവാൾ, കലപ്പ, പിക്കാസ്, തേവുകൊട്ട, മൺകോരി. 6 കൃഷി ഉപകരണങ്ങൾ പഠിപ്പിച്ചു. നിങ്ങൾക്ക് 2 കൃഷി ഉപകരണങ്ങൾ എഴുതാൻ ചോദിക്കാം, അല്ലെങ്കിൽ യോജിപ്പിക്കാൻ പറയാം, അല്ലെങ്കിൽ ഇവയുടെ പേരെഴുതാനും പറയാം. ഈ 3 രീതിയിലും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ചിത്രം നിങ്ങൾ ഇതേതാണെന്ന് നോക്കി മനസ്സിലാക്കണം. ഇതെന്താ? മൺവെട്ടി, അരിവാൾ, കലപ്പ, പിക്കാസ്, തേവുകൊട്ട, മൺകോരി. തെറ്റില്ലല്ലോ? അപ്പോൾ കൃഷി ഉപകരണങ്ങൾ നമ്മൾ പഠിച്ചു. ഇന്ന് നമ്മൾ ഒത്തിരി ക്വസ്റ്റ്യൻസ് പഠിച്ചു. ഇനി മാത്സ് വരുന്നുണ്ട് അല്ലേ? ഗണിതം വരുന്നുണ്ട് നിങ്ങൾക്ക് എക്സാമിന്. അത് ടീച്ചറിന്ന് വൈകിട്ട് ക്ലാസ് നൽകാം കേട്ടോ. മാത്സ് വൈകിട്ട് ടീച്ചർ പഠിപ്പിക്കാം. ഇതൊക്കെ നിങ്ങൾ പഠിച്ചു വയ്ക്കുക. കോൺവെർസേഷൻ ഉണ്ടാകും. ജഗ്ഗുവിൻ്റെതാണ് കൂടുതലും വരിക കേട്ടോ. ജഗ്ഗുവിൻ്റെ അവിടെ കോൺവെർസേഷൻ, അമ്മയോട് ഫോൺ വിളിച്ച് സംസാരിച്ചത്, അല്ലെങ്കിൽ കൂട്ടുകാരോട് സംസാരിച്ച്, ഇങ്ങനെ കോൺവെർസേഷൻ വരുന്നുണ്ട്. അതുപോലെ പിക്ചർ തന്നിട്ട്, ചിത്രം തന്നിട്ട് കഥയുണ്ടാക്കി എഴുതാൻ ചോദിക്കുന്നുണ്ട്. ഇതൊക്കെ എക്സാമിന് ചോദിക്കാം. ഇപ്പോൾ ഇത്രയും ടീച്ചർ പഠിപ്പിച്ച കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ചിത്രത്തിന് നിറം നൽകാനുണ്ടാകാം. അതൊക്കെ നിങ്ങൾ ശരിയായിട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ ചിൽഡ്രൻ. അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ് ഇന്ന് തന്നെ വൈകിട്ട് കാണാം. അതുവരെ ബൈ. താങ്ക് യു.